സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, മതപരമായ മേഖലകളിലെല്ലാം തന്നെ ഏറ്റവും മനുഷ്യവിരുദ്ധമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഈ രാഷ്ട്രത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ മനുഷ്യജീവിതത്തിൻ്റെ സർഗാത്മകതയെ മുഴുവൻ നശിപ്പിക്കുന്ന, മനുഷ്യൻ്റെ ഭാവനയെ നശിപ്പിക്കുന്ന, മനുഷ്യൻ്റെ സക്രിയമായ ബോധത്തിനെ നശിപ്പിക്കുന്ന, മരണത്തിനെ വിളിച്ചു വരുത്തുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് രാജ്യം ഭരിക്കുന്നത്. ഫാസിസം എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തിയുടെ മരണമാണ്, ഭാവനയുടെ മരണമാണ്, സർഗാത്മകതയുടെ മരണമാണ്, സക്രിയമായ ബോധത്തിൻ്റെ മരണമാണ്, മനുഷ്യവിരുദ്ധതയുടെ ജീവനാണ് ഈ ഫാസിസം. അപ്പം അത്തരത്തിലുള്ളൊരു ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന നമ്മൾ നവോത്ഥാന നായകന്മാരെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ എങ്ങനെ ഈ നായകന്മാർ പറഞ്ഞിട്ടുള്ള ഉജ്ജ്വലമായ ദർശനങ്ങളിൽ നിന്ന്, ഏറ്റവും ഉദ്ദീപ്തമായ മാനവ സ്നേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളിൽ നിന്ന് നമ്മുടെ രാഷ്ട്രം വ്യതിചലിച്ചു എന്നുള്ളതാണ് ഗഹനമായി പരിശോധിക്കേണ്ടത്. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരും അത് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഓർമ്മ പുതുക്കലിന് അർത്ഥസമ്പൂർണത വരികയുള്ളൂ. സമഗ്ര മേഖലയിലും സമഗ്രാധിപത്യമാണ് ഫാസിസത്തിൻ്റെ. ആ ഫാസിസ്റ്റ് സിദ്ധാന്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദോഷം ഇന്ത്യയുടെ ചിന്തകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചിന്താജീർണത പിടിപെട്ടിട്ടുള്ള രാഷ്ട്രമായി ഭാരതം മാറിക്കഴിഞ്ഞു. ഉദാത്തമായ ചിന്തകളും ദർശനങ്ങളും ഉടലെടുത്തിട്ടുള്ള ഭൂമിയാണ് ഭാരതം. വേദങ്ങളും ഉപനിഷത്തുകളും രാമായണവും മഹാഭാരതവും, അതിൽ തന്നെ ഭഗവത്ഗീതയും, പിന്നീട് വിശുദ്ധ ഖുർആനും ബൈബിളും ഒക്കെ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ ഏറ്റവും വിശ്വപ്രസിദ്ധമായ ചിന്തകൾക്കും ദർശനങ്ങൾക്കും രൂപം കൊടുത്തിട്ടുള്ള ഭാരതത്തിൽ ബഹുസ്വരതയുടെയും വൈവിധ്യത്തിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസ സംഹിതകളുടെയും ദർശനങ്ങളുടെയും ഉദ്യാനമായ ഭാരതത്തിൽ ആ ബഹുസ്വരതയെയും വൈവിധ്യത്തിനെയും പുളുകിക്കൊണ്ട് യാഥാസ്ഥികത്വത്തിനെതിരായ പോരാട്ടം നടത്തിയിട്ട് മനുഷ്യന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ചൈതന്യത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജീവിതത്തിലുടനീളം പ്രയത്നിച്ചിട്ടുള്ള നവോത്ഥാന നായകന്മാരിൽ അഗ്രഗണ്യനാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹം പറഞ്ഞത് തന്നെ ഈ ബഹുസ്വരതയെയും വൈവിധ്യത്തിനെയും സ്വീകരിക്കുക, മനുഷ്യനെ മനുഷ്യനായി കാണുക. ശ്രീനാരായണ ഗുരുദേവന്റെ ഉജ്ജ്വലമായ ദർശനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ പ്രദേശത്ത് മാത്രമല്ല കേരളത്തിൽ കൊടുങ്കാറ്റഴിച്ചു. ഇന്ന് ഗുരുദേവനായാലും വാഗ്ബടാനന്ദനായാലും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും വി.ടി. ഭട്ടതിരിപ്പാടും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും പൊയ്കയിൽ അക്കച്ചനും ഒക്കെ നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രവൃത്തികളും അവരോധിയ ദർശനങ്ങൾ എത്രമാത്രം കേരളത്തിൽ പ്രസക്തിയുണ്ട്, എത്രമാത്രം കേരളത്തിലെ ജനത, ഇന്ത്യൻ ജനത അത് അറിയുന്നു അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചിന്തനീയമായിട്ടുള്ള കാര്യം. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മൾക്ക് അപസ്വരങ്ങളുടേതായിട്ടുള്ള, താളഭംഗങ്ങളുടേതായിട്ടുള്ള ശബ്ദങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റും അപരവിദ്വേഷം വളരുന്നു, നമ്മുടെ ചുറ്റും സ്നേഹമില്ലായ്മ വളരുന്നു, നമ്മുടെ ചുറ്റും വിദ്വേഷവും പകയും മാത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇതൊന്നും പറഞ്ഞ രാജ്യമല്ല ഇന്ത്യ രാജ്യം. എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനും എല്ലാറ്റിനെയും സ്വീകരിക്കാൻ, ഇൻക്ലൂഷന് പ്രാധാന്യം കൊടുക്കാനാണ് ഇന്ത്യൻ ദർശനങ്ങൾ പഠിപ്പിച്ചത്. എക്സ്ക്ലൂഷനെ കുറിച്ച് ഇന്ത്യൻ ദർശനങ്ങൾ പറഞ്ഞിട്ടേയില്ല. ഇപ്പൊ ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ ജനങ്ങൾ മുഴുവൻ
10, 50, 60, 70 വയസ്സ് കഴിഞ്ഞവരാ ഭൂരിഭാഗം. ഇന്ന് സെമിനാറുകൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾക്കോ ചെറുപ്പക്കാരെ കാണാനേ കിട്ടില്ല. ഈ രാജ്യം എത്തിപ്പെട്ടൊരു സ്ഥിതിവിശേഷമാണ്. ചെറുപ്പക്കാർക്ക് അവരുടേതായിട്ടുള്ള ആശയങ്ങളും അവരുടേതായിട്ടുള്ള ചിന്തകളുമുണ്ട്. പക്ഷെ നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിന്റെ ജനാധിപത്യം എന്ന് പറയുന്ന ഈ പ്രക്രിയയ്ക്ക് അതൊരു രാഷ്ട്രീയ സംവിധാനം മാത്രമല്ല. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു നൈതിക ബോധമാണ്. ഒരു സാമൂഹിക വ്യവസ്ഥതയുടെ ഏറ്റവും വലിയ നിരന്തരമായിട്ടുള്ള പ്രവർത്തനക്ഷമതയാണ് ജനാധിപത്യം. 5 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല ജനാധിപത്യം. ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ മനുഷ്യനും നിത്യേന എങ്ങനെ ആത്മാഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി മനുഷ്യൻ എന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കുന്നു എന്നുള്ളതിനെ തിട്ടപ്പെടുത്തിയിട്ടാണ് ജനാധിപത്യത്തിന്റെ ഉത്കൃഷ്ടത നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് നവോത്ഥാന നായകന്മാർ പറഞ്ഞിട്ടുള്ളത്, ചരിത്രകാരന്മാരും ചിന്തകന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ജനാധിപത്യത്തിലോ ഇപ്പൊ വീട്ടി അമ്പലങ്ങൾ കത്തിക്കണമെന്ന് പറഞ്ഞു. അഹംഭാവത്തോടുകൂടി നിൽക്കുന്ന പള്ളികളെയും അമ്പലങ്ങളെയും കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ്. ആ അമ്പലങ്ങളെയും 10 പള്ളികൾക്കും തീ കൊളുത്തുക എന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ കേരളം നടുങ്ങി. ഇന്ന് ആരെങ്കിലും അത് പറഞ്ഞാൽ പിന്നെ എത്ര കലാപം ഉണ്ടാവുമെന്ന് ഓർത്താൽ മതി. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ യാഥാസ്ഥികത്വത്തെ കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിൽ ഉച്ചനീചത്വങ്ങളും തൊട്ടുകൂടായ്മയും നിൽക്കുമ്പോൾ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഏറ്റവും പ്രാകൃതമായ ആചാരങ്ങൾ ഈ സമൂഹത്തിൽ ആധിപത്യം നിൽക്കുന്ന സമയത്താണ് ഈ വിപ്ലവകാരി പറഞ്ഞത്, മനുഷ്യനെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മുന്നോട്ട് നടത്തണം. ദേവന്മാർക്ക് വേണ്ടിയിട്ടല്ല ഈ ഭൂമി, മനുഷ്യന് വേണ്ടിയിട്ടാണ് ഭൂമി. എന്തിനായി കരിങ്കലിനെ ധ്യാനിക്കാൻ പോകേണ്ടത്? മനുഷ്യനെ ധ്യാനിക്കൂ. ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇന്ന് അമ്പലത്തിന്റെ മുന്നിൽ ചെന്ന് കരിങ്കലിനെ ധ്യാനിക്കേണ്ടെന്ന് വല്ലവരും പറഞ്ഞാൽ പറഞ്ഞതേ ഓർമ്മയുണ്ടാവുള്ളൂ. നമ്മുടെ ചിന്തകൾ എവിടെ പോയി? നമ്മുടെ ചരിത്രത്തിനെ കുറിച്ചുള്ള ഗഹനമായിട്ടുള്ള പഠനം എവിടെ പോയി? ഇന്ന് മനുഷ്യൻ ഇതൊന്നും കുറിച്ച് ഓർക്കാൻ നേരമില്ല. വീട്ടിൽ പറയുന്നുണ്ട് നിരീശ്വരവാദിയാകാനൊന്നും പറയുന്നില്ല. എല്ലാ വിഗ്രഹങ്ങളെയും കല്ലെടുത്തെറിഞ്ഞ് അത് ഉടയ്ക്കണമെന്നും പറയുന്നില്ല. വിഗ്രഹ പഞ്ചകതത്വമാകണ്ട. പക്ഷെ വിഗ്രഹത്തിലല്ല സത്യം കുടികൊള്ളുന്നത്, സത്യാന്വേഷണമായിരിക്കണം ജീവിതം. ഇന്ത്യയിൽ ഏത് മനുഷ്യനാണ് സത്യാന്വേഷണമായിട്ട് നടക്കുന്നത്? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് ഒരാളുടെ ആത്മകഥ എഴുതി, ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്. മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. അങ്ങനത്തെ ഒരു തലക്കെട്ട് ലോകത്തിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിന് കൊടുക്കാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് മാത്രം അപാര ധൈര്യം വേണം അങ്ങനത്തെ ഒരു ക്യാപ്ഷൻ ഇടണമെങ്കിൽ പുസ്തകത്തിന്. എൻ്റെ ജീവിതത്തിന്റെ സത്യാന്വേഷണങ്ങൾ, സത്യം കൊണ്ട് പരീക്ഷണം നടത്തുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. ആ രാഷ്ട്രപിതാവിനെ മാത്രമേ സാക്ഷാൽ വിപ്ലവകാരി വീട്ടി ബഹുമാനിച്ചിട്ടുള്ളൂ പല വേദികളിൽ. അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും ചിന്തയും സമന്വയിപ്പിക്കുക എന്നുള്ള ഉജ്ജ്വലമായ ദർശനത്തിനെയാണ് വീട്ടി എപ്പോഴും സ്വീകരിച്ചത്. വാക്കിനെയും ചിന്തയെയും പ്രവൃത്തിയെയും സമന്വയിപ്പിക്കണം. നിങ്ങളുടെ വിചാരങ്ങൾ, ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന ആ ചെറിയ മാസികയിൽ അദ്ദേഹം എഴുതുന്ന ഒരു കുറിപ്പുണ്ട് വീട്ടി. കേരളത്തിൽ തീ കൊളുത്തിയിട്ടുള്ള കുറിപ്പുകളാണ്. അതിനാണ് ഈ അമ്പലം കത്തിക്കാനൊക്കെ പറയുന്നത്. അഹംഭാവത്തിന്റെ പ്രതീകമായ ദേവാലയങ്ങളെ അഗ്നിക്കിരയാക്കുക, മനുഷ്യനെ ആരാധിക്കുക, ദേവന്മാരെയല്ല ആരാധിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞു അത് തന്നെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിനുള്ള ഇച്ഛാശക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ആത്മധൈര്യം ഉണ്ടായിരുന്നു. എവിടുന്നായി ആത്മധൈര്യം കിട്ടുന്നത്? ഗഹനമായ ആശയ ദൃഢതയിൽ നിന്ന്. ടി ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന കേരളത്തിലെ പരിണാമത്തിന്റെ ചാലകശക്തിയായിരുന്ന ആ മനുഷ്യൻ 17-ാമത്തെ വയസ്സിലാണ് അക്ഷരം പഠിക്കുന്നത്. അക്ഷരം പഠിക്കാനെന്ന് പറയുന്ന ഒരു വലിയൊരു പ്രത്യേകമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് അത് സിദ്ധമാകുന്നത്. അമ്പലത്തിൽ ശാന്തി നോക്കുന്ന സമയത്ത് അവിടെ വരുന്നൊരു പെൺകുട്ടി
ഒരു കണക്കിന്റെ ഉത്തരം പറയാൻ ചോദിക്കുമ്പോഴാണ് ഞാൻ അക്ഷരം പഠിച്ചിട്ടില്ല മോളെ എന്ന് പറയുന്നത്. ആ കുട്ടിയെ ഗുരുനാഥനായി സ്വീകരിച്ചുകൊണ്ട് അക്ഷരം പഠിത്തം ആരംഭിക്കുന്നത്. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ മലയാള അക്ഷരങ്ങൾ പഠിക്കാൻ പഠിച്ച ആൾ 1915 പിന്നെ തിരുവനന്തപുരത്ത് പോയി ഇംഗ്ലീഷ് പഠിച്ചു. 1918 പെരിന്തൽമണ്ണ സ്കൂളിൽ വന്ന് പഠിച്ചു. പിന്നീട് പലയിടത്തും പഠിച്ച അദ്ദേഹം എഴുതിയിട്ടുള്ള അക്ഷരങ്ങളെ കൊണ്ട് കേരളത്തിന്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, മതപരമായ രംഗത്തിന് മുഴുവൻ വിപ്ലവത്തിന്റെ ധ്വനി പകർത്തി. അസാമാന്യമായ സർഗപ്രതിഭ. വീട്ടിൽ എഴുതിയ ഓരോ അക്ഷരങ്ങളും കേരളത്തിനെ ഞെട്ടിപ്പിക്കാൻ തുടങ്ങി. യാഥാസ്ഥികരെ, ബ്രാഹ്മണ മേധാവിത്വത്തിലെ. ഇന്ന് ആ ബ്രാഹ്മണ മേധാവിത്വം ഇന്ത്യയിൽ ശക്തിയോടെ മടങ്ങി വന്നു. സമഗ്രമായ സമ്പൂർണ്ണ ബ്രാഹ്മണിസ്റ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്നത് ഇന്നല്ല, സ്വാതന്ത്ര്യ കാലഘട്ടത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ ഭരിക്കുന്നത് ബ്രാഹ്മണിസ്റ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അല്ലാതെ ഒരു പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരാളുണ്ട് എന്നല്ലാതെ ഭരിക്കുന്നത് മുഴുവൻ ബ്രാഹ്മണിസമാണ്. 47 മുതൽ ഇന്നേ വരെ. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവും. അത് റൈറ്റ് വിങ് ഫാസിസമാണ്, കനത്ത വലതുപക്ഷ ഫാസിസം. ചാതുർവർണ്ണ സിദ്ധാന്തം അടിച്ചേൽപ്പിക്കുക, മനുസ്മൃതിയെ ഏറ്റവും അടിസ്ഥാന വേദഗ്രന്ഥമായിട്ട് പരിഗണിക്കുക, ഭരണഘടനയെ നിഷേധിക്കുക, ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുക പട്ടാപ്പകൽ പോലും. കഴിഞ്ഞ മാസം പോലും കൽക്കട്ടയിൽ വെച്ച് ചേർന്നിട്ടുള്ള ഒരു സമ്മേളനത്തിൽ വെച്ച് അതിൻ്റെ തലവൻ പ്രഖ്യാപിച്ചു, ഹിന്ദു രാഷ്ട്രമാണിത്, ഭരണഘടന ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഇന്ത്യ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ തലവൻ. ആ പ്രത്യയ ശാസ്ത്രത്തിനെ എതിർത്ത ആളാണ് VT ഭട്ടതിരിപ്പാട്. എന്താണ് ഈ ആരാധന, എന്താണ് ദൈവമെന്ന് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നത്, എന്തിനാ നിങ്ങൾ അമ്പലത്തിലും? അദ്ദേഹം മാത്രമല്ല, ശ്രീനാരായണ ഗുരുദേവൻ മുതലേക്ക് ഇങ്ങോട്ട് എല്ലാവരും പറഞ്ഞു തന്നെയാണ്. നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നത് നിങ്ങളുടെ സ്വന്തം കാര്യം നേടാൻ വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ? നിങ്ങളുടെ അദൃശ്യതയ്ക്ക് കൂടുതൽ ശക്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങളുടെ ശക്തിയെ കൂടുതൽ സംഭരിക്കാൻ വേണ്ടിയിട്ടല്ലേ? രാവണൻ ശിവനെ തപസ് ചെയ്തത് കൂടുതൽ ശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ രാവണനെ പോലെയാണ് ഈ മനുഷ്യന്മാർ എന്നാണ് VT എഴുതിയത്. ശക്തി തരൂ, എന്തിന്? ലോകം ഭരിക്കാൻ. ഇത് പറയാൻ വേണ്ടി ഒരു ദൈവം വേണം. എഴുതിയതാണ് ഈ മനുഷ്യൻ. എന്തിനാ നിങ്ങളുടെ ഉള്ളിലെ രാവണനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്? രാവണന്മാര് കൂടി ഈ സമൂഹത്തിൽ. അതാണ് സമൂഹത്തിന്റെ അപകടം. എത്ര കാലം മുമ്പ് എഴുതിയത്. ഇപ്പൊ കൂടിയെന്ന് മാത്രമല്ല, എവിടെ നോക്കിയാലും രാവണന്മാരേ ഉള്ളൂ. ഇപ്പോ ഇന്നത്തെ ഇന്ത്യയിൽ മനുഷ്യന്മാരെ കാണാനില്ല, രാവണന്മാരേ ഉള്ളൂ. എത്ര അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇത്തരത്തിലുള്ള മഹാമനീഷികളെ അനുസ്മരിക്കുമ്പോൾ ഒരു പ്രസംഗം കേട്ടിട്ടോ ഒരു പുസ്തകം വായിച്ചിട്ടോ കാര്യമില്ല. ഇവർ എഴുതി വെച്ച കാര്യങ്ങൾ ഒരു ദിവസം 1% നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റില്ലേ? ഇപ്പൊ മഹാത്മാഗാന്ധി തന്നെ ആരാന്നറിയാത്ത രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഗാന്ധിയെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല എന്നപ്പോ പറയുന്നു. ഗാന്ധി മതത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തെ ജീവിക്കുമ്പോൾ നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ, ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ, ഒരു അനുസ്മരണത്തിലൂടെ VTയെ കുറിച്ച് പറയുമ്പോൾ VT ലോകത്തിന് നൽകിയിട്ടുള്ള വിപ്ലവകരമായ ചിന്തയെ നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണ്ടേ? അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ വാക്കിനെയും ചിന്തയെയും പ്രവൃത്തിയെയും അദ്ദേഹം സമന്വയിപ്പിച്ചു. പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, ജീവിതത്തിന്റെ പ്രവർത്തന പദത്തിൽ അദ്ദേഹം അത് കൊണ്ടുവന്നു. വിധവാ വിവാഹം നടത്തി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം എഴുതി. കൂടെ MRP ഉണ്ട്, ND ഉണ്ട്. അവരും നാടകങ്ങൾ എഴുതി. ഋതുമതി എന്നുള്ള നാടകം എഴുതി MP. MRP VTയുടെ സഹോദരിയെ വിവാഹം ചെയ്തു. മറ്റൊരു ഭാര്യ സഹോദരിയെ, മറ്റൊരു സഹോദരിയെ കല്ലാട്ട് കൃഷ്ണൻ വിവാഹം ചെയ്തു.
ഇതൊക്കെ പ്രവർത്തന പദത്തിലൂടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ പകർന്നു കൊടുക്കുകയാണ് ഒരു സമൂഹത്തിൽ. അവിടെയാണ് ഗാന്ധിയെ അദ്ദേഹം സ്വീകരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന ഗാന്ധി ആദ്യത്തെ AICC സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു 1917. അന്ന് ഇന്ത്യയുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാവ് ബാലഗംഗാധര തിലകൻ AICC സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അഹമ്മദാബാദ് പാർട്ടി AICC കോൺഗ്രസ് 1921 പിന്നെ 1902 കോൺഗ്രസിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം. അന്ന് ഗാന്ധി വന്നിട്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും പ്രതിനിധികൾ ബാലഗംഗാധര തിലകനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞത്, അങ്ങ് ഞങ്ങളുടെ ബീഹാറിലേക്ക് വരണം, അവിടെ വലിയൊരു സമരം നടക്കുകയാണ്. ഇന്ത്യൻ ജനതയുടെ ഭീകരമായ ദുരിതമുഖം കാണാൻ അവിടെ വരണം, ബ്രിട്ടീഷ് സാമ്രാജ്യം ചെയ്യുന്ന മുഖം. ചമ്പാരനിലേക്ക് വരാൻ പറഞ്ഞു. തിലകൻ പറഞ്ഞു, അയാളെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ, അയാൾ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ സമരം ചെയ്തിട്ട്. അങ്ങനെ ഗാന്ധിയെ നിർബന്ധിച്ചവർ കൊണ്ടുപോകുന്നു. ആദ്യം ഗാന്ധി വിസമ്മതിച്ചു ചെല്ലാൻ, പിന്നീട് അലഹാബാദിൽ പോയി നിർബന്ധിച്ചു. ഗാന്ധി അവരോടൊപ്പം ബീഹാറിലെ മുസഫർ നഗർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങും. അവിടെ 1-2 ദിവസം താമസിച്ച് ചെറിയൊരു വീട്. പിന്നീട് JB കൃപലാനിയോടൊപ്പം ഗാന്ധി ആനപ്പുറത്ത് കയറി ചമ്പാരനിലേക്ക് പോവുകയാണ്. അന്ന് ആനയാണ് വാഹനം. അവിടെ ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് നീലം കൃഷിക്കാർ, കൃഷകാത്രരായ, ചൂഷണത്തിന് വിധേയമായ, കണ്ണീര് വാർക്കുന്ന കൃഷിക്കാരെ കാണുകയാണ് ഗാന്ധി. തങ്ങളുടെ രക്ഷകൻ വന്നിരിക്കുന്നു എന്നുള്ള ഭാവേന കൃഷിക്കാർ ആനപ്പുറത്തിരിക്കുന്ന ഈ മനുഷ്യനെ നോക്കി. ആ മനുഷ്യൻ കൃഷിക്കാരെയും നോക്കിയപ്പോൾ ഗാന്ധിയുടെ നാവിൽ നിന്ന് ഒരു വാചകം ഉതിർന്നു വീണു, ഞാനിതാ ഈശ്വരനെ കാണുന്നു. ഇന്ത്യൻ കർഷകനെ നോക്കിയിട്ട് ഗാന്ധി പറഞ്ഞത് ഈശ്വരനെന്നാണ്. ഇന്നിവിടെ കർഷകർ 2 കൊല്ലം മുമ്പ് നടന്ന സമരത്തിൽ 700 പേര് മരിച്ചപ്പോഴും ഒരാൾക്ക് മിണ്ടാൻ നേരില്ല. ഇന്ത്യ ഭരിക്കുന്ന ആയിരക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക, ആർക്കും മിണ്ടാൻ നേരില്ല. എങ്ങനെ ഈ രാജ്യം ഇങ്ങനെയായി? ഏത് നവോത്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്? ഏത് ജനാധിപത്യത്തെയും ഏത് സ്വാതന്ത്ര്യത്തെയും കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്? വീട്ടി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പാരമ്പര്യത്തിനെ എതിർക്കുന്നു വീട്ടി. എന്താണ് പാരമ്പര്യം? വീട്ടി പറഞ്ഞു, മൂടൽ മഞ്ഞാണ് പാരമ്പര്യം. യാഥാസ്ഥികമായ ചിന്താഗതികളുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചിന്തിക്കരുത് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ നിഷേധനമാണ് എന്നാ വീട്ടി പറഞ്ഞത്. ചോദ്യം ചെയ്യാനുള്ള കഴിവിനെ നഷ്ടപ്പെടുത്തുന്നു പാരമ്പര്യം. എഴുതാനുള്ള കഴിവിനെ, വർത്തമാനം പറയാനുള്ള കഴിവിനെ നഷ്ടപ്പെടുത്തുന്നു പാരമ്പര്യം. ചോദ്യം ചെയ്യുക, അനീതിയെ എതിർക്കുക, അധർമ്മത്തിനെ എതിർക്കുക, അതാണ് വീട്ടി ഭട്ടതിരിപ്പാട്. അത് ഗാന്ധിയിൽ നിന്ന് പഠിച്ചതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ കേരളത്തിൽ എത്രമാത്രം ആചാര്യന്മാരെ നമുക്ക് കാണിച്ചു തന്നു, എത്രമാത്രം ഇന്ത്യയുടെ മഹാമനീഷികൾ നമുക്ക് കാണിച്ചു തരുന്നു. ചാതുർവർണ്ണം മരക്കെട്ടുറപ്പിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അന്ന് മുതൽ ഇന്നേ വരെ അത് കൂടുതൽ അതിൻ്റെ ശക്തി കൂടി വരുന്നു എന്നല്ലാതെ കുറയുന്നില്ല. അതിന് ഉത്തരവാദികൾ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുമാണ്. ഈ വിപ്ലവകാരികളായ നവോത്ഥാന നായകന്മാർ അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ മനസ്സിൽ വേദനിച്ചിട്ടുണ്ട്, വീട്ടി അടക്കം. ശ്രീനാരായണ ഗുരുദേവൻ ദുഃഖിതനായിരുന്നു അവസാന കാലഘട്ടത്തിൽ. ഗാന്ധി കരഞ്ഞു അവസാന കാലഘട്ടത്തിൽ. വീട്ടിയും വളരെ ദുഃഖിതനായിരുന്നു അവസാന കാലഘട്ടത്തിൽ. ഞാൻ പറഞ്ഞതൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നതെന്ന് ഓർത്തുകൊണ്ട്. ഒരാളല്ല വിപ്ലവം നടത്തേണ്ടത്, 2 ആളല്ല വിപ്ലവം നടത്തേണ്ടത്, ജനതതി മുഴുവൻ വിപ്ലവം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമൂഹിക പരിഷ്കരണം. ആ പരിഷ്കരണത്തിൻ്റെ പാതയിലേക്ക് വരണം. ആ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ചാലക ശക്തിയായിട്ട് മനുഷ്യനോട് ഇറങ്ങിത്തിരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് വാക്കിലൂടെ മാത്രമല്ല, പ്രവൃത്തിയിലൂടെയും കൂടെയാണ്. തൻ്റെ വീട്ടിൽ വരുന്ന അതിഥികളുമായിട്ടുള്ള സംസാരം, ആ വീട്ടിലിരുന്ന സദസ്സുകളിലെ സംഭാഷണങ്ങൾ, താൻ എഴുതിയ കഥകൾ, കാലം സാക്ഷി എന്ന് പറയുന്നത്, കണ്ണീരും കിനാവും, അങ്ങനെ ഒരുപാട് കഥകളും അദ്ദേഹം എഴുതിയപ്പോൾ അതിലൂടെ വാർന്നൊഴുങ്ങിയിട്ടുള്ള ചിന്താശകലങ്ങൾ,
ഓരോ അക്ഷരങ്ങളും കേരളത്തിൻ്റെ മനസ്സാക്ഷിയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മനസ്സിൻ്റെ പ്രാകൃത രൂപത്തിനെ ചോദ്യം ചെയ്തു. മനുഷ്യൻ ഇതിനു വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ഐത്തത്തിനെതിരെ, ഉച്ചനീചത്വങ്ങൾക്കെതിരെ, അനീതിക്കും അധർമ്മത്തിനുമെതിരെ, സാഹോദര്യമില്ലായ്മയ്ക്കെതിരായിട്ടല്ലേ പോരാട്ടം നടത്തിയത് വീട്ടിൽ? ആ പോരാട്ടം നടത്താൻ ഇന്ന് ആരുണ്ട് ഇന്ത്യയിൽ? എത്ര മഹാന്മാർ ജീവിച്ചു ഇന്ത്യയിൽ. മതാധിപത്യത്തിൻ്റെയും അതിൻ്റെ ഏറ്റവും വലിയ പ്രതിരൂപമായിട്ടുള്ള അതിൻ്റെ തലതൊട്ടപ്പന്മാരായ പൗരോഹിത്യത്തിൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി ജീവിക്കുന്ന രാഷ്ട്രമായി ഇന്ത്യ മാറി. വീട്ടിൽ എഴുതുന്നു, മതപൗരോഹിത്യം അപകടകരമാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പുരോഹിതന്മാരില്ലേ, അവരുടെ രാഷ്ട്രീയമാണ് ബ്രാഹ്മണിസമായിട്ട് പരികൽപ്പന ചെയ്യപ്പെടുക. പൗരോഹിത്യത്തിൻ്റെ ആധിപത്യം എന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നുവോ ആ കാലഘട്ടത്തോളം തന്നെ ഇന്ത്യയിൽ സാമൂഹിക സമത്വവും ഉണ്ടാവില്ല, സാമ്പത്തിക സമത്വവും ഉണ്ടാവില്ല എന്ന് ലോകത്തോട് പറഞ്ഞിട്ടുള്ള അപാരനായിട്ടുള്ള പണ്ഡിതന്റെ പേരാണ് ഡോക്ടർ അംബേദ്കർ. അപ്പൊ സാമൂഹിക സമത്വത്തിന് വേണ്ടിയിട്ട്, സാമ്പത്തിക സമത്വത്തിന് വേണ്ടി പോരാട്ടം നടത്തി. നമ്മളിതൊക്കെ വായിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ മനുഷ്യനായിട്ട് പരിഗണിക്കാൻ പറ്റാത്തൊരു സമൂഹത്തിൽ ജീവിക്കുന്നു. എല്ലാവരും അതാണെന്ന് പറയുന്നില്ല, പക്ഷെ ബഹുഭൂരിഭാഗം വരുന്ന ജനതയും അതാണ്. ആദ്യം പേര് ചോദിക്കും, അല്ലേ? പേര് ചോദിച്ചാൽ പിന്നെ അടുത്ത ചോദ്യം എന്താ ജാതി എന്നാണ്. ഒന്ന് തീവണ്ടിയിൽ യാത്ര ചെയ്ത് നോക്കൂ, കേരളം വിട്ട് ഡൽഹി വരെ പല പ്രാവശ്യം കേൾക്കേണ്ടി വരും എന്താണ് ജാതി എന്ന്. മതവും പോയി ഇപ്പൊ ജാതി അതി കഠിനമായ ഭീകരമായ സ്വത്വമാണെന്ന് അംബേദ്കർ പണ്ടേ പറയുന്നുണ്ട്. ദ മോൺസ്റ്റർ ദാറ്റ് ഈസ് കാസ്റ്റ്. അതുകൊണ്ട് അംബേദ്കർ എഴുതുന്ന അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതിയുടെ പരിപൂർണമായിട്ടുള്ള നശീകരണം. അംബേദ്കർ അവതരിപ്പിക്കുന്ന ഒരു പ്രബന്ധമുണ്ട്, ദ ജെനിസിസ്, ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ പ്രബന്ധം. അതാണ് പിന്നീട് പ്രസിദ്ധമായ വിവിധ സർവകലാശാലകളിലൊക്കെ പഠിപ്പിക്കുന്നു, ലോകത്തിലെ തന്നെ. അപ്പൊ ആ ജാതിയുടെ ഏറ്റവും പ്രാകൃതമായ ശക്തി ഇപ്പോഴും നിലനിൽക്കുകയാണ്. വീട്ടിൽ അതിനെ ചോദ്യം ചെയ്തില്ലേ? ഒരാസ്തികനാണോ നാസ്തികനാണോ എന്ന് പറയാൻ വയ്യ. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഞാനൊരു ആസ്തികനാണോ നാസ്തികനാണോ എന്ന് പറയാൻ വയ്യ. ഇത് രണ്ടും വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാർ ഈ ഭൂമിയിൽ ഉണ്ടോ എന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഒരു കാര്യം എനിക്കറിയാം. എന്താണ് കാര്യം? ഈശ്വരനും ഞാനും ഒന്നാണ്, ഞാൻ തന്നെയാണ് ഈശ്വരൻ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ബോധ്യമുണ്ടോ അവനവൻ തന്നെ ഈശ്വരൻ? അങ്ങനത്തെ ഒരു രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നു, ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നു. ഉപനിഷത്ത് പറഞ്ഞതല്ലേ തത്വമസി, അത് നീയാകുന്നു. പിന്നെ എന്തിനാണ് ഒരു വാർഡിൽ 4 അമ്പലവും 4 പള്ളിയും? മത സാമുദായിക നേതാക്കന്മാരുടെ താല്പര്യം സംരക്ഷിച്ചില്ലെങ്കിൽ വോട്ടില്ലെന്ന്. ഗഹനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. 24 മണിക്കൂറും നൈമിഷികമായ ഉപരിപ്ലവമായിട്ടുള്ള ചിന്താപഠനങ്ങളുടെ പിന്നാലെ പോകുന്ന സമൂഹം. അപ്പൊ അത്തരത്തിലുള്ളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഗഹനമായിട്ട് ഇന്ത്യയിൽ ഇപ്പോഴും ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായ അമർത്യാസൻ, ഇന്നലെ അമർത്യാസൻ പറഞ്ഞു കേരളത്തെക്കുറിച്ച്, കേരളത്തെ കണ്ടു പഠിക്കണം ഇന്ത്യക്കാരെന്ന്. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട്. അമർത്യാസന്റെ പുസ്തകം വായിച്ചാൽ അറിയാം, ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ ഇപ്പോഴും 10-30% പേർക്കും 2 നേരത്തെ ഭക്ഷണമേ ഉള്ളൂ. Then what is democracy? എന്താണ് ജനാധിപത്യം, എന്താണ് സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം പറയുന്നത്? ഇത് അതിനു മുൻപേ ചോദിച്ചവരാണ് നവോത്ഥാന നായകന്മാർ. നിങ്ങൾക്ക് ഹരിജനങ്ങളെ മനുഷ്യനായിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ കരിങ്കല്ലിനെ നിങ്ങൾ ആരാധിക്കുമല്ലേ എന്നാ വീട്ടിൽ ചോദിച്ചത്. ദളിത് വിഭാഗത്തിനെ നിങ്ങൾ മൃഗങ്ങളായി പരിഗണിക്കുന്നു, പക്ഷെ നിങ്ങൾ കരിങ്കല്ലിനെ ആരാധിക്കുന്നു. എവിടുത്തെ നിയമമാണിത്? അതിനെ ഞാൻ എതിർക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. എന്നിട്ടോ കരിങ്കല്ലിന്റെ ദേവാലയങ്ങൾ കൂടി വരിക എന്നല്ലാതെ ഇപ്പോഴത്തെ സ്ഥിതി എന്തായി?
ഉപനിഷത്തുകളുടെ ഏറ്റവും വലിയ ചിന്തകൾ മുഴുവൻ നമ്മുടെ ഉള്ളിലെ സർഗാത്മകതയെ കണ്ടുപിടിക്കാന്, മനുഷ്യൻ ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇന്ത്യൻ ദർശനങ്ങൾ ചോദിച്ചിട്ടുള്ളത്. നീ ആരാണ്? 2900 കൊല്ലങ്ങൾക്ക് മുമ്പെയാണ് ഉപനിഷത്തുകൾ എഴുതപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ആരുണി മഹർഷിയുടെ മകനായ ശ്വേതകേതു വിദ്യാഭ്യാസത്തിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് എല്ലാം പഠിച്ചു എന്നുള്ള ധാരണയിൽ തിരിച്ചു വന്നപ്പോൾ മകനാണ് വലിയ ധാരണയായി ഞാനെല്ലാം പഠിച്ചു. അവൻ അച്ഛൻ ചോദിച്ചു, നീ എല്ലാം പഠിച്ചോ? പഠിച്ചു. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ അച്ഛാ. അപ്പൊ അച്ഛൻ ചോദിച്ച ചോദ്യമാണ്, നീ ആരാണ്? അതിനുത്തരവില്ല മകന്. തിരിച്ചു വീണ്ടും പഠനശാലയിലേക്ക് പോവുകയാണ്, ഗുരുനാഥൻ പഠിപ്പിച്ച ഗുരുനാഥൻ്റെ അടുത്തേക്ക്. ഗുരുനാഥൻ അവിടെ ചെന്ന ശിഷ്യനെ കണ്ടപ്പോൾ, നീ കേൾക്കാത്തത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായില്ലേ, കാണാത്തത് കാണണമെന്ന് ആഗ്രഹമുണ്ടായില്ലേ, എൻ്റെ അച്ഛൻ അത് കാണാൻ കേൾക്കാനും വേണ്ടി കണ്ട് പറഞ്ഞയച്ചു അല്ലേ, നീ ആരാണ്? ആരാണെന്ന് ചോദിച്ചപ്പോൾ നമ്മളെന്താ പറയുക? ഇപ്പൊ നമ്മളോട് ചോദിച്ചു, ഓരോരുത്തരോടുത്ത പേരും പറയും, സ്ഥാനവും പദവിയും പറയും. ചിലർ മുഖ്യമന്ത്രി എന്ന് പറയും, ചിലർ പ്രധാനമന്ത്രി എന്ന് പറയും, ചിലർ എഞ്ചിനീയർ എന്ന് പറയും, ഡോക്ടർ എന്ന് പറയും. നമ്മൾ ഡോക്ടറായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ലോകത്തിനെന്ത് കാര്യം? നോബഡി ഈസ് ബോതേർഡ്. പക്ഷെ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബോധർ ചെയ്യും. കാരണം ജീവിതത്തിൽ ഒരു കസേരയിലും കയറിയിരിക്കാത്ത ആൾ അദ്ദേഹം. പക്ഷെ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് അദ്ദേഹം. കാറൽ മാർക്സിനെ കുറിച്ചാലും പറയും, ലോകത്തിലെ ഏറ്റവും അധികം ആകർഷിച്ച താത്വികാചാര്യൻ എന്ന് പറയാം. ഈ ചോദ്യത്തിന് ആ മഹർഷി ഉത്തരം കൊടുത്തു, നീ നിന്റെ ചിന്തയാണ്, നിന്റെ വാക്കാണ്, നിന്റെ പ്രവൃത്തിയാണ്. നിന്റെ മൂന്നിൻ്റെ സമന്വയം ഉണ്ടാകുമ്പോഴാണ് മഹത്വം ആർജിക്കുക. അതാണ് വീട്ടിൽപ്പെട്ട് തിരിപ്പാട്. അതാണ് ഗാന്ധിയിൽ നിന്ന് അദ്ദേഹം പഠിച്ച്. ഗാന്ധി ഇവിടെ വന്ന് ലണ്ടനിലേക്ക് പോകുന്നു 1-ാം വട്ട മേശ സമ്മേളനത്തിന് രാജാവിനെ കാണാൻ, ചർച്ച ചെയ്യാൻ. മാഞ്ചസ്റ്റർ തുറമുഖത്ത് കപ്പലിറങ്ങുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രഭുക്കന്മാരും പ്രഭുക്കളും ഗാന്ധിജിയെ കാണാൻ തടിച്ചുകൂടുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ ചോദിച്ച ചോദ്യമുണ്ട്, മഹാത്മാ വാട്ട് ഈസ് ട്രൂത്ത്, എന്താണ് സത്യമെന്ന് മഹാത്മജിയോട് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ചിന്തിക്കുന്നത് പറയുക, പറയുന്നത് പ്രവർത്തിക്കുക, അതാണ് സത്യം. ചിന്ത, വാക്ക്, പ്രവൃത്തി, സമന്വയം. അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുതാൻ പറ്റി, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ എഴുതിയാൽ അതോടുകൂടി രാജ്യത്തിൻ്റെ കുഴപ്പം കൂടുതലാവും. വീട്ടിക്ക് അങ്ങനെ എഴുതാൻ പറ്റും, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഇന്നാരാണ് ഗുരുദേവൻ എഴുതാൻ പറ്റും? ഇന്ന് ആർക്ക് എഴുതാൻ പറ്റും? വാക്കൊരു വഴിക്ക്, ചിന്ത വേറൊരു വഴിക്ക്, പ്രവൃത്തി വേറൊരു വഴിക്കും. എല്ലാവരുടെയും, നേതാക്കന്മാരുടെ മാത്രമല്ല, അണികളുടെയും. പിന്നെ ഏത് നവോത്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്? നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തുന്നില്ല ഇവിടെ. നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് ധനശക്തിക്കും അധികാര ശക്തിക്കുമാണ്. എവിടെ ധനശക്തി കൂടുന്നുവോ, എവിടെ അധികാര ശക്തി കൂടുന്നുവോ, അവിടെ സമൂഹം ജീർണിക്കുമെന്ന് വീട്ടി എഴുതി. ധനശക്തിക്ക് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ, അധികാരത്തിന്റെ ശക്തിക്ക് കൊടുക്കുമ്പോൾ അത് ദുരധികാരമായിട്ട് മാറും. എന്ന് പണ്ടേ അദ്ദേഹം എഴുതി 1930കളിൽ. ആ ദുരധികാരത്തിനെതിരായിട്ടുള്ള സമരമാണ് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് പിന്നെ 1990കളിലാണ് 80കളിലൊക്കെയാണ് പാശ്ചാത്യ സാഹിത്യകാരന്മാർ എഴുതുന്നത്, മിലൻ കുണ്ടേര അടക്കം. ദുരധികാരത്തിനെതിരായിട്ടുള്ള സമരമാണ് ഫാസിസത്തിനെതിരായ സമരം. അപ്പൊ ഈ നവോത്ഥാന നായകന്മാർ ഇദ്ദേഹം 1980കളിൽ വിട പറയുന്നതിന് മുൻപേ തൻ്റെ സങ്കല്പത്തിൽക്കോ അല്ലെങ്കിൽ തൻ്റെ ചിന്തകളിൽ കുറെ ദൈവങ്ങളെ സൃഷ്ടിച്ച്, അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള ചില സങ്കല്പങ്ങളെ സൃഷ്ടിച്ച് അതിനു വേണ്ടിയിട്ട് കീഴടങ്ങുകയല്ല ചെയ്തത്. തൻ്റെ സ്വതസിദ്ധമായ കഴിവുകളിൽ, തന്നെപ്പോലെ തൻ്റെ അടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ അപാരമായ സാധ്യതകളിൽ വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് നയിച്ചത്. ഇന്നിപ്പോൾ അത് ചെയ്യാൻ ആള് ഈ രാഷ്ട്രത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിൽ 10-35 അമർത്യാസൻ പറയുന്നത് പോലെ വലിയ ജനതയ്ക്ക് ഭക്ഷണവുമില്ല, ശുദ്ധജലമില്ല, ശുദ്ധ വെള്ളമില്ല, ശുദ്ധ വായുവില്ല, ഒന്നുമില്ല. ഗാന്ധി ജനിച്ച നാട്ടിൽ, ഈ നവോത്ഥാന നായകന്മാർ ജനിച്ച നാട്ടിൽ. അതുകൊണ്ട് വീട്ടിൽ അന്നും പറഞ്ഞു, ജീവോ ജീവസ്യ ജീവനം. അതേ എഴുതി എന്ന സിദ്ധാന്തം അത്യന്തം ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതീവ വിനയത്തോടുകൂടി വേണം സഹജീവികളെ സമീപിക്കാൻ.
അങ്ങനെയുള്ളൊരു സ്വഭാവം ആർജിച്ചെടുക്കുക. എന്തൊരു വാചകമാണതെന്ന് ആലോചിച്ച് നോക്കൂ. അതീവ വിനയത്തോടുകൂടി വേണം സഹജീവികളെ സമീപിക്കാൻ. എന്ന് വെച്ചാൽ എന്നേക്കാൾ വലുതാണ് അടുത്തിരിക്കുന്നവൻ. ആർക്ക് പറ്റുമതെന്ന്, ആര് ചെയ്യുന്നു അത്? ഇവിടെ ഏറ്റവും താഴ്ന്ന പദവിയിലുള്ള ഒരു പദവിയിലിരിക്കുന്ന ആളുടെ പോലും ധാരണ എന്നേക്കാൾ വലിയ ആളില്ല എന്നാണ് നമ്മുടെ ചുറ്റുവട്ടത്തിലടക്കം. അപ്പൊ അങ്ങനത്തെ ഒരു അഹംഭാവത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മഹാമനീഷികൾ പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. എപ്പോഴെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ചിട്ടൊരു കാര്യമില്ല. ഗാന്ധി പറയും എപ്പോഴും, നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ ദുഃഖം മാറാനുള്ളൊരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം, ആ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയും. എന്താ മരുന്ന്? നിങ്ങളെക്കാൾ ദുഃഖമുള്ള ഒരാളെ കുറിച്ച് ഓർക്കുക, അതോടുകൂടി നിങ്ങളുടെ ദുഃഖം അപ്രത്യക്ഷമാകും. ഇന്നിപ്പോൾ അതല്ല, എൻ്റെ ദുഃഖം ഏതായാലും ഉണ്ട്, അപ്പൊ അടുത്തുള്ളവന്റെ ദുഃഖം കൂടുതലാക്കട്ടെ എന്ന് പറയുന്ന പ്രക്രിയ. അതല്ലേ വീട്ടിൽ പറഞ്ഞത്, നിങ്ങൾ അവിടെ പോയിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? അപരന് അസുഖം വരുത്തണമെന്നല്ലേ, നിങ്ങൾക്ക് ശക്തി തരണമെന്നല്ലേ പോയി പ്രാർത്ഥിക്കുന്നത്. എന്തിനാ പിന്നെ അങ്ങോട്ട് പോകണമെന്നാണ്? ഇപ്പോഴും അതിന് വഴിപാടുകളുടെ പ്രവാഹമല്ലേ എല്ലാ അമ്പലത്തിലും, ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രവാഹങ്ങൾ. തുലാഭാരം, ശയനപ്രദക്ഷിണം, ആ വഴിപാട്, ഈ വഴിപാട്, ആ വഴിപാട്, ഈ വഴിപാട്. മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ജീർണത എത്ര കാലഘട്ടമായി ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉപനിഷത്ത് ജനിച്ച നാട്ടിൽ രാമൻ പറഞ്ഞിട്ടുണ്ടോ ഈ ആചാരങ്ങൾ? കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ ഈ ആചാരങ്ങൾ? വ്യാസനും വാത്മീകി പറഞ്ഞിട്ടില്ലല്ലോ ആചാരങ്ങളെ കുറിച്ച്. രാമായണത്തിന്റെ അവസാന ഭാഗത്ത് ഉത്തരകാണ്ഡത്തിൽ വേറൊരു രാമൻ പ്രത്യക്ഷപ്പെടുന്നു. അത് വാത്മീകി എഴുതിയതല്ലാതെ വാദഗതി ഇപ്പോഴും ഉണ്ട്. ശംഭൂകനെ കൊല്ലുന്ന രാമനെ കാണുന്നുണ്ട്. പക്ഷെ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ കേളീരംഗമാക്കി മതത്തിനെ മാറ്റി. മതം അതിൻ്റെ ഉന്നത മൂല്യങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നുഴലുകയാണ്. അതുകൊണ്ട് അന്നേ മുതലൊക്കെ വീട്ടിൽ എതിർത്തു അതിനെ. ആചാരാനുഷ്ഠാനങ്ങളല്ല മതം. KK വാര്യരുമായിട്ടുള്ള ബന്ധം, തൃശ്ശൂരിൽ അദ്ദേഹം ജോലിയെടുക്കുന്ന സമയത്ത് യുവജന സംഘടനകൾ, ശിവജന സംഘടന എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധം, യോഗക്ഷേമ സഭയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടം. അങ്ങനെ അദ്ദേഹം മിനി ഉണ്ണി നമ്പൂതിരി മാസികയിൽ മാത്രമല്ല, രജനീ രംഗം എന്ന് പറയുന്നതിൽ കഥകൾ എഴുതി. പിന്നീട് അദ്ദേഹം പാശുപതം എന്ന് പറയുന്നൊരു മാസികയിൽ കഥകൾ, ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. ഇതൊക്കെ കേരളത്തിന്റെ ചിന്താമണ്ഡലത്തിനെ ത്രസിപ്പിക്കാൻ തുടങ്ങി. ഈ വിദ്യാഭ്യാസം 17ാമത്തെ വയസ്സിൽ അക്ഷരം പഠിച്ചാണ്. കേരളത്തിലെ അന്നത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ വീട്ടി എന്തു പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി കാതുകൂർപ്പിച്ചത്. അസാമാന്യമായ ധിഷണാശാലി, ഒന്നിനെയും ഭയക്കാത്ത ഒരാൾ. എന്തിനു ഭയക്കണം? നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ ഭയക്കുന്നത്? നിങ്ങൾ മറ്റുള്ളവരെ ഭയക്കാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ശരിയല്ലേ? ഇത് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ആത്മവിശ്വാസമില്ലാത്തവൻ എല്ലാവരെയും ഭയക്കും. ഭയം കൂടുമ്പോൾ ഒന്നുണ്ടാകും, ആൾദൈവങ്ങൾക്ക് പ്രാധാന്യം വരും. ഭയം കൂടുമ്പോൾ എന്തുണ്ടാകും? അസ്വസ്ഥത മനസ്സുണ്ടാകും. ഭയാശങ്കയുള്ള മനസ്സും സമാധാനമില്ലാത്ത മനസ്സും ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൻ്റെ സ്വാതന്ത്ര്യം തേടി എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കും. ദേവാലയങ്ങളിലും മനുഷ്യന്മാരായ അത്ഭുതസിദ്ധിയുള്ളവരുടെയൊക്കെ അവരൊക്കെ നമ്മുടെ ദുർബല മനസ്സിൻ്റെ വികാര വിചാരങ്ങളെ ദുരുപയോഗപ്പെടുത്തും. പാടില്ല എന്ന് വീട്ടിൽ പറഞ്ഞു. എന്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം! മനുഷ്യനെന്ന് പറഞ്ഞാൽ പോരാ, ഉജ്ജ്വലനായിട്ടുള്ള ഏറ്റവും വലിയ സർഗാത്മകതയുടെ ഉത്തുംഗഭാവം. ഞാൻ കണ്ടിട്ടുണ്ട് 1-2 പ്രാവശ്യം. അന്ന് ഞാൻ 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലൊക്കെ പഠിക്കുക. എൻ്റെ അച്ഛൻ വീട്ടിയുടെ ഒരു ശിഷ്യനാണ്. പലതരം ശിഷ്യൻ എന്ന രൂപത്തിൽ പെരുമാറും അച്ഛൻ വീട്ടിയോട്. EP ഗോപാലൻ, വീട്ടി ഭട്ടതിരിപ്പാട്, MRB, MP ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പൊന്നാനിയിൽ വരും. ഞങ്ങളൊക്കെ കുട്ടികൾ വിദൂരതയിൽ നിന്ന് വലിയ ബഹുമാനത്തോടു കൂടി ഇവരെ ഇങ്ങനെ ആദരിച്ചു നോക്കും. ഞങ്ങളെയൊക്കെ അടുത്തൊന്ന് തലോടുകയൊക്കെ ചെയ്യും. MRB പിന്നെ സ്ഥിരം ഒരു പൊന്നാനി സന്ദർശകനായിരുന്നു. MRB MP. എടശ്ശേരിയുമായിട്ടുള്ള ബന്ധം, എടശ്ശേരിയും അക്കിത്തും വീട്ടിയും കൂടിയിട്ടാണ് നാലാപ്പാട് നാരായണവേൻ്റെ അടുത്ത് പൊന്നാനിയിൽ വന്നിട്ട് പോകുന്നത്. പൊന്നാനിയുടെ സാഹിത്യം അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വലിയ ചരിത്രമുണ്ട് ഇതിനൊക്കെ. അപ്പം ആ പോകുന്ന വഴിയിലൊക്കെ ഈ വിപ്ലവ ചിന്തകളെ വാരി വിതറിക്കൊണ്ടായി പോകുന്നത് മുഴുവൻ. കേദാമോദരനുമായിട്ടുള്ള പൊന്നാനിയിലുണ്ടായിട്ടുള്ള സ്വാധീനം.
ബീഡി തൊഴിലാളി സമരത്തിൽ ബ്രിട്ടീഷുകാർ കേദാമോദരനെ അറസ്റ്റ് ചെയ്തപ്പോൾ പൊന്നാനിയിലെ ആയിരക്കണക്കിന് മനുഷ്യന്മാർ മുദ്രാവാക്യം വിളിച്ചു, അല്ലാഹു അക്ബർ, ഇൻകുലാബ് സിന്ദാബാദ്, കേദാമോദരനെ വിട്ടയക്കുക. ഇൻകുലാബും അല്ലാഹു അക്ബറും ഒരേ സമയത്ത് മുഴങ്ങി. അന്ന് കേദാമോദരന്റെ സമരത്തിൽ ഈ സാക്ഷാൽ MP ആണ് അവിടെ പൊന്നാനിയങ്ങാടിയിൽ പാട്ടുപാടി നടന്നത്. ബീഡി തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണമെന്ന മാപ്പിളപ്പാട്ടിൻ്റെ ട്യൂണിൽ പാട്ടുപാടി നടന്നു. സാക്ഷാൽ നമ്പൂതിരി. അതൊക്കെ ഇതിൻ്റെ പ്രചോദനമാണത്. എന്തൊരു മഹാമനീഷികളായിരുന്നു ഇവരെല്ലാം. ശാസ്ത്രീയ വീക്ഷണത്തോടു കൂടി ജീവിച്ചു, യുക്തിപരമായ ചിന്തയിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശകരം നോക്കിയിട്ട് എപ്പോഴും ഇറങ്ങുള്ളൂ. പല ആൾക്കാർ ശകുനം തെറ്റിയപ്പോൾ പോവില്ല. എന്തൊരു ജീർണിച്ച സമൂഹം. കാലാവസ്ഥ നോക്കി പോകുന്നത് പോലെ ശകുനം നോക്കണം. ഗണപതി അമ്പലമുണ്ടെങ്കിൽ അവിടെ തൊഴുതിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നവും വിഘ്നം വരും. മനുഷ്യൻ്റെ ചിന്ത ഇങ്ങനെ ജീർണിച്ച് താഴോട്ട് പോവുക. ഇത് ഏത് പുരാണത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ പുരോഹിതന്മാർ പറയുന്ന സിദ്ധാന്തങ്ങളല്ല. പൗരോഹിത്യത്തിന് അധികാരം വേണം, പൗരോഹിത്യത്തിന് സമ്പത്ത് വേണം. ആ പൗരോഹിത്യം ലോകത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മനുഷ്യന്റെ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും മോചനമില്ല. ഏത് മതത്തിലേതായാലും അവർക്ക് പട്ടിണി കിടക്കുന്ന, സാമൂഹിക സാമ്പത്തിക അസമത്വം അനുഭവിക്കുന്ന കോടാനുകോടി ജനത വേണം. വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്ന ജനത, വഴിപാടുകൾ വേണം, പണത്തിന്റെ പ്രവാഹം വേണം. യാജ്ഞവൽക്കനോട് മൈത്രേയി ചോദിക്കുന്നുണ്ട്, എത്ര ദൈവമുണ്ട് ജനകരാജാവിന്റെ സദസ്സിൽ? യാജ്ഞവൽക്കൻ പറയും 3003. അത് പോരാന്ന് ജനകരാജാവൻ പറയും, തെറ്റാണ്. ജനകനും വലിയ തത്വചിന്തകനാണ്. അപ്പൊ 303. പിന്നെയും ചോദിച്ചപ്പോ 33. പിന്നെയും ചോദിച്ചപ്പോ 3 ഉള്ളൂ എന്ന് പറയും. അതും ശരിയല്ല എന്ന് ജനകൻ. യാജ്ഞവൽക്കൻ തന്നെ ഇന്ത്യൻ ഫിലോസഫിയുടെ ഫാദറാണ് ഉപനിഷത്തിൽ. അവസാനം പറയും, ഒറ്റ ദൈവമേ ഉള്ളൂ ഈ ലോകത്തിൽ. എന്താ നിന്റെ പേര് എന്ന് ചോദിക്കും ഉപനിഷത്തിൽ. ഇപ്പൊ പറയും പ്രാണൻ. അതാണ് ദൈവം, വേറെ ദൈവമില്ല എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയോ കാറൽ മാർക്സോ അല്ല, ഉപനിഷത്താ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞൊരു രാജ്യത്താണ് തിരുനാവായിൽ 15 ദിവസം ഹോമവും യജ്ഞകൊണ്ടും ഹോമകൊണ്ടും പുകയൊക്കെ ഇങ്ങനെ ഉയർന്നിട്ട് അവിടെ എന്തൊക്കെയോ നടന്നത്. എവിടെ എത്തുന്നു രാജ്യം? ഏത് പുസ്തകമാണ് നമ്മൾ ഈ വായിക്കുന്നത്? ഇപ്പോൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അവിടെ പോയി സമരം ചെയ്തിരുന്നു വീട്ടിൽ. പക്ഷേ നമ്മളിതൊന്നും അറിയാത്തത് കൊണ്ട് ഈ അന്ധമായ വിശ്വാസത്തിൻ്റെ പിറകെ നടന്നുകൊണ്ട് അബദ്ധജടിലമായ ധാരണകളുടെ പിറകെ പോയി നമ്മുടെ സ്വയം ആത്മവിശ്വാസത്തിനെയും നമ്മുടെ ആത്മാഭിമാനത്തിനെയും നമ്മൾ ഒരു അദൃശ്യ ശക്തിക്ക് പണയപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ വീട്ടിൽ പറഞ്ഞ്, അദൃശ്യ ശക്തിയെ ആരാധിക്കേണ്ട, നിങ്ങൾക്ക് വലിയൊരു ശക്തിയുണ്ട്, അത് നിങ്ങൾ തന്നെ, അതിനെ ആരാധിക്കൂ. ഇതൊന്നും നമ്മളെന്താ പഠിക്കാത്തത്? പക്ഷെ അങ്ങനെ പഠിപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ആ പഠനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ നടന്നില്ല എന്നാണ് ഗാന്ധിപഥം തന്നെ നമ്മളോട് പറയുന്നത്. ആ ഗാന്ധിപഥത്തിലൂടെ തുടർന്ന് വന്നിട്ടുള്ള ഈ വിഭാഗീയത, ഭേദബുദ്ധി ഇന്ത്യയിൽ വ്യാപരിച്ച് സവർണ മേധാവിത്വത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായി ഇന്ത്യ മാറി. ബ്രാഹ്മണിസത്തിന്റെ ഏറ്റവും കടുത്ത യാഥാസ്ഥിക ചിന്തയുടെ സമൂഹമായിട്ട് ഇന്ത്യ മാറി. പൊളിറ്റിക്കൽ ബ്രാഹ്മണിസം. അങ്ങനെയാണ് എല്ലാ രാഷ്ട്രീയ മതങ്ങൾക്കും പൊളിറ്റിക്കൽ ഇസ്ലാം വരുന്നു, പൊളിറ്റിക്കൽ ക്രിസ്ത്യാനി വരുന്നു, പൊളിറ്റിക്കൽ ഹിന്ദുയിസം. വ്യത്യസ്ത ദർശനങ്ങൾ ഇതൊന്നുമില്ല. ആകാശം പതിതം തോയം സാഗരം പ്രതി ഗച്ഛതി, സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന വിവേകാനന്ദൻ എല്ലായിടത്തും ചെല്ലുമ്പോഴും ചൊല്ലുക. ആകാശത്ത് പതിക്കുന്ന വെള്ളം ഒഴുകി സാഗരത്തിൽ പതിക്കുന്നത് പോലെ ഏത് ദേവനെ നമസ്കരിച്ചാലും അവസാനം ഒന്നിലേക്ക് എത്തുക. അതാരാ? യുവർസെൽഫ്. നിങ്ങളുടെ തന്നെ. അതിനേക്കാൾ വലിയ സ്വാമി ഈ ലോകത്തിലില്ലല്ലോ. പക്ഷെ അങ്ങനത്തെ സ്വാമിമാരെ ഇന്ന് വേണ്ട. 4000 കോടി രൂപയുടെ വിറ്റ് വരുമാനം ഉണ്ടാക്കുന്ന ഉത്തർപ്രദേശിലെ സ്വാമി മതി, കോയമ്പത്തൂരിലെ സ്വാമി മതി, കൊല്ലത്തെ സ്വാമിനിയും മതി. അങ്ങനത്തെ സ്വാമിമാരെ വേണ്ടു ആൾക്കാർക്ക്. വിവേകാനന്ദ പുസ്തകം ആരും വായിക്കില്ല. വിവേകാനന്ദ സാഹിത്യ സംഗ്രഹത്തിന്റെ ഗഹനമായിട്ടുള്ള വശങ്ങൾ നമുക്ക് അറിയുകയില്ല, അറിയാനൊട്ട് താല്പര്യവുമില്ല.
വീട്ടിയുടെ പുസ്തകം എത്ര പേര് വായിക്കുന്നു? ഗുരുദേവനെ ആർക്കും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മതം ഏതായാലും മനുഷ്യൻ നന്നായാലും. ഇനി ഇതിനൊക്കെ വലിയൊരു വിപ്ലവ മുദ്രാവാക്യം ഏതാണ്? സർവമത സമ്മേളനം ആലുവ കടപ്പുറത്ത് നടത്തിയപ്പോൾ എഴുതി, മത്സരിക്കാനല്ല, അറിയാൻ വേണ്ടിയിട്ടാണത്, അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ഏവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാപനം ആണ്. ആ ഗുരുദേവന്റെ പാതയിലൂടെ ആ വീട്ടിൽ സഞ്ചരിച്ചത്. മഹാന്മാരില്ലാത്തതിൻ്റെ കുഴപ്പമൊന്നുമല്ല കേട്ടോ, നമ്മുടെ ചിന്ത വികസിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. നമ്മുടെ ചിന്തയെ വികസിപ്പിക്കാത്തതിൻ്റെ ഒന്നാമത്തെ ഘടകം വീട്ടിൽ പറഞ്ഞ പാരമ്പര്യം. എൻ്റെ അച്ഛന് 2 ആനുണ്ടായിരുന്നു, പിന്നെ എങ്ങനെയാണ് ഞാനത് വിട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക? ആ ചിന്ത എപ്പോഴും മാറിയിട്ടില്ല. ഞാൻ ഇന്ന വീട്ടിൽ ജനിച്ചതാ, അപ്പം പിന്നെ ഇങ്ങനെ പെരുമാറാൻ പറ്റും? ഏത് വീട്, ഏത് തറവാട്? ഇല്ലോജിക്കൽ തിങ്കിങ്. ഗാന്ധിക്ക് അവിടെ വീട്ടിലിരുന്നാൽ മതിയായിരുന്നില്ല, നല്ല വക്കീലായിട്ട് നടക്കായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ. വലിയ അന്നത്തെ കാലത്ത് നല്ല കാശൊക്കെ കിട്ടിയിരുന്നൊരു വക്കീലായിരുന്നു. ബ്രിട്ടീഷുകാരൻ 2 അടി കൊടുത്തപ്പോൾ മാത്രമല്ല, അതിന് മുമ്പേ ആലോചിക്കാൻ തുടങ്ങി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് വീട്ടിലിരുന്നാൽ മതിയായിരുന്നില്ലേ? മോട്ടിലാൽ നെഹ്റു ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്തുള്ള ഒരാളായിരുന്നു, പിതാവ്. എന്തിനു വേണ്ടി? ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി. പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എന്തിനു വേണ്ടി ജനങ്ങൾക്ക് ഇറങ്ങി? ഒരു ത്യാഗമനോഭാവം, സാമൂഹിക സമത്വം നേടാൻ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ. അതാണ് ഈ യുഗപ്രഭാവന്മാർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പം ആ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്കാൽ ഒരു ദിവസം നമ്മൾ ഒരു 10-15 മിനിറ്റെങ്കിലും ഇതിനെക്കുറിച്ച് ആലോചിക്കണം. വാട്ട് ആർ വി ഡൂയിങ്? നമ്മൾ ജാതി ചിന്ത വളർത്തുകയാണോ? വർഗീയത വളർത്തുകയാണോ? അപരവിദ്വേഷം വളർത്തുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപരവിദ്വേഷം വളർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിക്കെതിരാണ്, ഗുരുദേവനെതിരാണ്, നവോത്ഥാന നായകന്മാർക്കെതിരാണ്. മുസ്ലിമാണ് നിങ്ങളെന്ന പേരിൽ, ക്രിസ്ത്യാനി എന്ന നിങ്ങളെന്ന പേരിൽ നിങ്ങളെന്തിനാ മാറ്റി നിർത്തേണ്ടത്? ദളിതനും ആദിവാസി എന്ന പേരിൽ നിങ്ങളെ എന്തിനെ മാറ്റി നിർത്തുന്നു? ദളിതന്റെയും ആദിവാസിയുടെയും ദൈവം ഞങ്ങളുടെ ദൈവമല്ല എന്തുകൊണ്ട് പറയുന്നു? എല്ലാ ദൈവവും ഒന്നതല്ലേ? ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചില്ലേ ഇവര്, എഴുത്തുകളിലൂടെയും പ്രസംഗത്തിലൂടെയും എല്ലാം. എന്തിനാ ആ ബോധത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നത്? എത്രയോ മാറി, ഇപ്പോഴത്തെ കാലമല്ല, ഇന്ത്യയിൽ എന്തോ നൂറ്റാണ്ടുകളായിട്ട് ഇത് മാറി. അതാണ് ഞാൻ പറഞ്ഞത്, ബ്രാഹ്മണിസത്തിന്റെ കടുത്താധിപത്യമാണ്. ബ്രാഹ്മണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഈ പൂണൂല് ധരിച്ച വീട്ടിയുടെ സമുദായത്തിലുള്ള അങ്ങനെ നമ്പൂരിമാരിയൊന്നല്ല ഈ പറയുന്നത്. ബ്രാഹ്മണിസം ഇസ് എ പൊളിറ്റിക്കൽ മിഷൻ. അതിൽ തന്നെ ശ്രേഷ്ഠ ബ്രാഹ്മണന്മാരുണ്ട്. ശ്രേഷ്ഠ ബ്രാഹ്മണന്മാരുടെ കഥ ഈ ഡോക്യുമെന്റ്സ് ഓഫ് RSS വായിച്ചാൽ അറിയാം. മംഗലാപുരം തീരത്ത് പരശുരാമൻ ധ്യാനത്തിലിരുന്ന സമയത്ത് ഇടയ്ക്ക് പരശുരാമൻ ഒന്ന് ധ്യാനത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത് കടൽ തീരത്ത് 10-15 ശവശരീരങ്ങൾ കണ്ടു. ആ ശവശരീരങ്ങൾ ചിതയിൽ എടുത്ത് വെച്ച് അതിനെ സംസ്കരിച്ചു അഗ്നി കൊണ്ട്. അതിൻ്റെ മനസ്സിനെ ശുദ്ധീകരിച്ചു. ചിത് പവൻ, മനസ്സിനെ പവൻ കൊണ്ട് ശുദ്ധീകരിച്ചു. അങ്ങനെ അവർ ജീവിപ്പിച്ചു. അതിനെയാണ് ചിത് പവൻ ബ്രാഹ്മണന്മാരെന്ന് പറയുക. ഐതിഹ്യ കഥയാണ് ഇതൊക്കെ, ഡോക്യുമെന്റിൽ എഴുതപ്പെട്ടിട്ടുള്ള കഥയാണ്. കൊങ്കണസ്ഥ ബ്രാഹ്മിൻസിന്റെ ഡോക്യുമെന്റ്സ് വായിച്ചാൽ അറിയാതെ. ആ ബ്രാഹ്മണന്മാർ മറ്റു ബ്രാഹ്മണന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരാണെന്ന് അവരെപ്പോഴും പറയുക. അവരവിടെ നിന്ന് മംഗലാപുരത്ത് 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കുടിയേറ്റം നടത്തി പൂനെയിലെത്തി. പൂനെയിൽ നിന്ന് മറാഠ സാമ്രാജ്യം നിലനിൽക്കുന്ന കാലം, ഛത്രപതി ശിവജിയുടെ അവസാന കാലം. ശിവജിയുടെ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ സംഭാജി റാവു ഭരിക്കുമ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള കൊങ്കണസ്ഥ ബ്രാഹ്മണന്മാരുടെ നേതാവായ വിശ്വനാഥ ഭട്ട് ആ സാമ്രാജ്യാധിപതിയുടെ പ്രധാനമന്ത്രിയായി. അന്ന് പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തേര് പേഷവാസ്. 19 കൊല്ലം അവർ ഭരിച്ചു, അധികാരവും സമ്പത്തും കൈക്കലാക്കിക്കൊണ്ട്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അധികാരം പോയി. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ വിദ്വേഷം. ഞങ്ങളല്ലാതെ ആരിവിടെ ഭരിക്കാൻ? ശ്രേഷ്ഠരിൽ ശ്രേഷ്ഠരായ ഞങ്ങൾ മാത്രമേ ഭരിക്കാൻ പാടുള്ളൂ. 925 രൂപീകൃതമായിട്ടുള്ള ഇപ്പം ഈ രാജ്യം ഭരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളില്ലേ, RSSന്റെ ആദ്യത്തെ തലവൻ മുതൽ ഇന്നത്തെ തലവൻ വരെ ചിത്പവൻ ബ്രാഹ്മണന്മാരാണ്. റെക്കോർഡ്സ് നോക്കി അറിയാം, ഞങ്ങളെക്കാൾ ശ്രേഷ്ഠനാരുമില്ല, മറ്റുള്ളവരെല്ലാം ഞങ്ങൾക്ക് കീഴേ. അവിടെ നിന്നാണ് ഈ സിദ്ധാന്തം വരുന്നത് മുഴുവൻ. ഒരു വൈശ്യനായ ബാലിയനായിട്ടുള്ള ഒരു മോഹൻദാസിനെങ്ങനെ നാടിന് നേതൃത്വം കൊടുക്കാൻ അധികാരം?
അതുകൊണ്ട് മോഹൻദാസ് വേണ്ട എന്ന് തീരുമാനിച്ചു. 48 അവർ മോഹൻദാസിനെ ഇല്ലായ്മ ചെയ്തു. അപ്പൊ നവോത്ഥാന നായകന്മാരെ മുഴുവൻ ഇത്തരത്തിലുള്ള ഛിദ്രശക്തികൾ ലക്ഷ്യമിടും. വീഴ്ചയ്ക്കെതിരായിരുന്നു ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രാകൃത ചിന്താഗതിക്കാർ, സവർണ മേധാവികൾ. പക്ഷെ വീഴ്ച പിടിച്ചു നിന്നത് ഈ കേരളത്തിലെയും മറ്റുള്ള പ്രദേശത്തിലെയും പുരോഗമന ചിന്തകളുടെയും ജനങ്ങളുടെയും ശക്തിയുടെ പിൻബലത്തിൻ്റെ ഫലമായി, പിന്നെ വീഴ്ചയുടെ അപാരമായിട്ടുള്ള ആത്മവിശ്വാസത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പരിണിതഫലമായി. ജീവിതത്തിൽ പറഞ്ഞത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, പ്രത്യേകിച്ചും ഇങ്ങനെ വിപ്ലവകരമായ കാര്യങ്ങൾ. 4 ദിവസം ഞാൻ ഊണ് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ തന്നെ നടപ്പിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അപാരമായ മനഃശക്തി വേണം. അതും 17-ാമത്തെ വയസ്സിൽ പുസ്തകം വായിച്ച് നേടിയിട്ടുള്ള മനഃശക്തി ഒന്നല്ല, ജീവിതത്തിലൂടെ വളർത്തിയെടുത്തിട്ടുള്ള. അച്ഛൻ വിഗ്രഹത്തിൽ കൊളുത്തി വെക്കുന്ന വിളക്ക് കെടാവിളക്കാകരുത്. ആ വിളക്ക് എൻ്റെ മനസ്സിലെ അന്ധകാരത്തിനെ മാറ്റി ദീപത്തിൻ്റെ ഞാനൊലി അത് കത്തിച്ചുയർത്തണമെന്ന് വീട്ടിൽ എഴുതി. അതിനാണ് ഞാൻ അവിടെ വിളക്ക് കത്തിക്കുന്നത്, അല്ലാണ്ട് ഈ വിഗ്രഹത്തിനെ പൂജിക്കാനല്ല എന്ന് എഴുതി. ഇതൊക്കെ പറയണമെങ്കിൽ എന്തൊരു ധൈര്യം വേണം, അതാലോചിച്ച് നോക്കൂ. നമ്മളൊന്നും ജീവിതത്തിൽ നമ്മുടെ ചിന്തയ്ക്കൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല, ബഹുഭൂരിഭാഗം ആൾക്കാർ. ഇങ്ങനെ കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകും, കുറേ ആൾക്കാർ അങ്ങോട്ട് പോയാൽ നമ്മൾ അങ്ങോട്ട് പോകും. ലോകത്തിൻ്റെ ചരിത്രം മാറ്റിക്കുറിച്ചവരൊക്കെ ഒറ്റയ്ക്ക് നടന്നവരാണ്. മേഴത്തൂരിൽ നിന്ന് തൃശ്ശൂർക്ക് എല്ലാവരും നടന്നപ്പോൾ വീട്ടിൽ തൃശ്ശൂരിൽ നിന്ന് മേഴത്തൂർ നടന്നു. ചരിത്രം ഒറ്റയ്ക്ക് മാറ്റി. മഹാത്മാഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നപ്പോൾ കുറേ ആൾക്കാർ ഡൽഹിയിൽ മാത്രം ഇരുന്നു, പക്ഷെ ഒറ്റയ്ക്ക് നടന്ന ആൾ ഇന്ത്യയുടെ ചരിത്രം മാറ്റി. അതാണ് പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞത്, ഞാനിരിക്കുന്ന സ്ഥലത്തല്ല ഇന്ത്യയുടെ തലസ്ഥാനം, ആ വൃദ്ധൻ നടക്കുന്ന ഗ്രാമങ്ങളിലാണ്. ആരോർക്കുന്നു ഇതെല്ലാം? ആർക്ക് വേണം ഗാന്ധിയെ? ആർക്ക് വേണം വീറ്റിയെ? ആർക്ക് വേണം ഗുരുദേവനെ? എന്തൊരു അല്പത്വ ചിന്താഗതിയുള്ള സമൂഹമായി നമ്മൾ മാറി. അതുകൊണ്ട് നമ്മൾ പരസ്പര വിദ്വേഷവും പരസ്പരവും ആക്ഷേപവും ഒന്നും ചൊരിയാതെ തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക. ഇപ്പോഴും ധാരാളം നല്ല മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യൻ്റെ സർഗാത്മകതയെ നമ്മൾ ഉണർത്തിവിട്ടാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ലോകത്തിനെങ്കിലും നമുക്ക് സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും കേളിരംഗമാക്കി മാറ്റാൻ പറ്റും. കാരണം ഗാന്ധിയെപ്പോലെ വീട്ടിയെപ്പോലെ ലോകം മുഴുവൻ മാറ്റാനോ സംസ്ഥാനം മുഴുവൻ മാറ്റാനോ പറ്റുമില്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള 10 വീടുകൾ എങ്കിലും മനുഷ്യ സാഹോദര്യത്തിൻ്റെ മൂർത്തിമദ്ഭാവങ്ങളായിട്ട് മാറ്റുക. വർഗീയതയെ അടുപ്പിക്കാതിരിക്കുക, ഛിദ്രവാസനയെ അകറ്റി നിർത്തുക. അങ്ങനെയുള്ള സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും സമത്വബോധത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമൂഹമാക്കി മാറ്റുമ്പോൾ മനുഷ്യൻ്റെ സർഗാത്മകത കൂടുതൽ പ്രവഹിക്കുക. സ്വാതന്ത്ര്യമില്ലാതെ എന്ത് സർഗാത്മകത? അംബേദ്കർ എഴുതി വെച്ചു, സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം ഭരണഘടനയുടെ ആമുഖത്തിൽ. എന്നിട്ട് ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞു, രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ശരിയാണ്, പക്ഷെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അർത്ഥപൂർണത കൈവരണമെങ്കിൽ സാമൂഹിക സമത്വവും വേണം, സാമ്പത്തിക സമത്വവും വേണം. വർഷം 78 കഴിഞ്ഞിട്ടും അംബേദ്കർ പറഞ്ഞത് ഇപ്പോഴും നിൽക്കുകയോടെ. ഇവിടെ സാമൂഹിക സമത്വം ഇല്ല, സാമ്പത്തിക സമത്വം ഇല്ല ഇന്ത്യയിൽ, പിന്നെ എന്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം? എന്നിട്ട് അംബേദ്കർ പറയും, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യത്തിൽ ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് സാഹോദര്യത്തിനാണ്. സാഹോദര്യം എന്നുള്ള വാക്ക് എനിക്ക് എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചു തന്ന, ഗുരുനാഥനെ കണ്ടിട്ടുള്ള ഗുരുനാഥനല്ല, കേട്ടറിവ് വായിച്ചറിവുള്ള ഗുരുനാഥൻ. അംബേദ്കറുടെ ഗുരുനാഥൻ്റെ പേരാണ് ബുദ്ധദേവൻ. ബുദ്ധൻ ഉപയോഗിക്കുന്ന വാക്കാണ് മൈത്രി, മൈത്രി, മൈത്രി. ആ സാഹോദര്യമില്ലാതെ ജവഹർലാൽ ഇന്ത്യ നിലനിൽക്കില്ല. എന്നല്ലേ വീട്ടിയും പറഞ്ഞത്? സാഹോദര്യ മനോഭാവം ഉണ്ടാവുക. സാഹോദര്യമില്ലെങ്കിൽ ആര്? കുറെ ജാതിയും മതമല്ലേ, വേറെ മനുഷ്യണ്ടാവില്ലേ സാഹോദര്യമില്ലെങ്കിൽ? സാഹോദര്യം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. കാണുമ്പോൾ എല്ലാവരും വലിയ രോഗിയ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അസഹിഷ്ണുത, അപരവിദ്വേഷം, വഞ്ചനാത്മകമായ സമീപനം, സമ്പത്തിനോടും അധികാരത്തിനോടുമുള്ള പ്രമത്തത, ഇതല്ലേ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്. അതിനെതിരായി നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരകമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് ഈ നവോത്ഥാന നായകന്മാരും അവരുടെ ചിന്തകളും. നേരം വളരെ വഴുകി, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ വിപ്ലവ ധ്വനി മുഴക്കിക്കൊണ്ട് ഇവർ നടന്നിട്ടുള്ള പാതയിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ പ്രായമൊന്നും അതിൻ്റെ ഒരു ഘടകമൊന്നല്ല ഉണ്ടാവുക. പ്രായം ഒരു ഘടകമേ അല്ലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അവസാനത്തെ ഇങ്ങനെ കഥകളൊക്കെ എഴുതുന്ന 10-65 വയസ്സ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം.
അപ്പം അത്തരത്തിലുള്ള ഒരു എന്തിനും ഒരു ഇച്ഛാശക്തി ഉണ്ടാവുക, മുന്നോട്ട് നടക്കാനുള്ളൊരു ആത്മശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മനുഷ്യന്, നമ്മുടെ അടുത്തിരിക്കുന്ന മനുഷ്യന് ഉപകാരപ്രദമായൊരു ജീവിതം നയിക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലിയ സാർത്ഥകമായിട്ടുള്ള സംഗതിയില്ല. അതാണ് ഈ നവോത്ഥാന നായകന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതായിരിക്കട്ടെ നമ്മുടെ കടമ, ഉത്തരവാദിത്തമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. മഹാനുഭാവൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു.